കടികളും സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് ഐറ്റംസ് ഒക്കെ ബാക്കി വരും അല്ലേ. ഒരുപാട് ഉണ്ടാക്കി വെക്കാതെ ആവശ്യത്തിന് മാത്രം ഉണ്ടാക്കുമ്പോഴാട്ടോ ബാക്കി വരുള്ളൂ. അപ്പോൾ നമ്മൾ പഴം ബാക്കിയുണ്ട്, നമ്മൾ ഉന്നക്കായി ഉണ്ടാക്കാൻ വെച്ചിട്ടുള്ള അതിൻ്റെ പണ്ടം ബാക്കിയുണ്ട്, അതായത് എഗ്ഗും നമ്മുടെ തേങ്ങയൊക്കെ ചേർത്തിട്ടുള്ള കശുവണ്ടിയും കാര്യങ്ങളൊക്കെ ചേർത്തിട്ടുള്ള ഒരു മിക്സില്ലേ അതുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് കുഴച്ചെടുക്കുക. ഈ കുഴച്ചെടുത്തിട്ട് ആവശ്യത്തിന് ഏത് ഷേപ്പാണോ നിങ്ങൾക്ക് ഇഷ്ടം അതുപോലെ ചെയ്യുക. ആദ്യം ഞാൻ ഇതുപോലെ പരത്തിയെങ്കിലും പിന്നെ ഞാൻ വിചാരിച്ച് മെനക്കെട്ടൊന്നും കയ്യില്ല, ഉരുളകളൊക്കെ തന്നെ ആക്കിയേക്കാന്ന് വെച്ച് ഉരുളയാക്കി എടുത്തിട്ടോ. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് ഉരുളയാക്കി എടുക്കുക. എന്നിട്ട് ഇതാ വീണ്ടും നമ്മൾ ബാക്കി വന്നിട്ടുള്ള ഐറ്റംസ് തന്നെ കേട്ടോ. നമ്മൾ ഓരോ കടികളൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ സൈഡൊക്കെ നമ്മൾ മാറ്റി വെക്കാറില്ലേ, അപ്പോൾ അതും അതിൻ്റെ കൂടെ ഒരു ബ്രെഡും കൂടെ ചേർത്തിട്ട് ബ്രെഡ് ക്രംസ് ഉണ്ടാക്കി മുട്ടയിൽ ഡിപ്പ് ചെയ്തെടുത്തിട്ട് ഇതാ ബ്രെഡ് ക്രംസിൽ ഒന്ന് കോട്ട് ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഒരു മുട്ടയുടെ ബാറ്ററും ബാക്കി ഉണ്ടായിരുന്നതാണ്. ബാക്കി ഉണ്ടായത് എന്നുള്ളത് മാത്രമല്ല ഇവിടെ പോയിന്റ് നമുക്ക് പലതരം വീഡിയോസ് പലതരം റെസിപ്പീസ് ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് സെയിം ബാറ്റർ വെച്ചിട്ട് തന്നെ നമുക്ക് പലതരം ഐറ്റംസ് മാറ്റിയെടുക്കാം അല്ലേ. ടേസ്റ്റും നല്ല ഡിഫറെൻ്റ് ആണ്.